ഡിയർ ഫ്രണ്ട്സ്, IR സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി that deals with the vibrational transitions of molecules. അപ്പോൾ മോളിക്യൂൾസിൻ്റെ വൈബ്രേഷൻ ട്രാൻസിഷൻസ് അറിയണമെങ്കിൽ ആദ്യം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോളിക്കുലർ വൈബ്രേഷൻസ് എന്താണെന്ന് അറിയണം. അപ്പം മോളിക്യൂൾ നമ്മളിവിടെ ഒരു ട്രയറ്റോമിക് മോളിക്യൂളാണ് എടുത്തിട്ടുള്ളത്. ഈ മോളിക്യൂളിൽ ആക്ച്വലി ഇവിടെ 2 ബോണ്ടാണ് ഉള്ളത്. അപ്പോൾ ഈ 2 ബോണ്ടിനും അതിന് ബോണ്ടിൻ്റെ ലെങ്തിൽ വ്യത്യാസം വരും, അതുപോലെ തന്നെ ബോണ്ട് ആംഗിളിലും വ്യത്യാസം വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ട്രയറ്റോമിക് മോളിക്യൂളാണ് എടുത്തിട്ടുള്ളത്. ഇതിനിപ്പോൾ ഇവിടെ 2 ബോണ്ട്സാണ് ഉള്ളത്. ഈ 2 ബോണ്ടിൻ്റെ ബോണ്ട് ലെങ്തിൽ വേരിയേഷൻ വരുന്ന വൈബ്രേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ബോണ്ട് ആംഗിളിന് വേരിയേഷൻ വരുന്ന വൈബ്രേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ മൊത്തം വൈബ്രേഷനെ ഇൻ പ്ലെയിൻ വൈബ്രേഷൻസ് എന്നും ഔട്ട് ഓഫ് പ്ലെയിൻ വൈബ്രേഷൻസും പറയാം. ഇപ്പോൾ ഈ പേപ്പറിൻ്റെ പ്ലെയിനിൽ തന്നെ ഇരുന്നു കൊണ്ടാണ് വൈബ്രേഷണൽ ചേഞ്ചസ് അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് ഇൻ പ്ലെയിൻ വൈബ്രേഷൻസ് എന്നാണ് പറയുക. അതല്ല, ഈ പ്ലെയിനിൽ നിന്ന് വ്യത്യാസമായിട്ട് മോളിക്യൂൾ എബവ് ദ പ്ലെയിൻ ആൻഡ് ബിലോ ദ പ്ലെയിൻ പോകുന്നത് ഔട്ട് ഓഫ് പ്ലെയിൻ വൈബ്രേഷൻസ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഇൻ പ്ലെയിൻ വൈബ്രേഷൻസ് നോക്കാം. ഇവിടെ മോളിക്യൂളിൻ്റെ ഇതാണ് നോർമൽ ബോണ്ട് ലെങ്ത്. ഈ നോർമൽ ലെങ്തിൽ നിന്ന് കുറഞ്ഞും കൂടിയും, ഫോർ എക്സാമ്പിൾ ഈ മോളിക്യൂൾ, ഈ ആറ്റം ഇവിടെ നിന്ന് ബോണ്ട് ലെങ്ത് കുറഞ്ഞും ഇതിനേക്കാളും കൂടിയും വരുന്നു. അതുപോലെ ഓരോ ആറ്റവും ഈ നോർമൽ ബോണ്ട് ലെങ്ത് ഒന്ന് ഷോർട്ടൻ ചെയ്യുകയും അതുപോലെ ഒന്ന് ലെങ്തൻ ചെയ്യുകയും ചെയ്യും. അത്തരത്തിലുള്ള വൈബ്രേഷനാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അത് ഈ 2 ബോണ്ടും, ഞാനിവിടെ സൗകര്യത്തിന് വേണ്ടി ഈ 2 ആറ്റവും ഒന്ന് ഡിറ്റാച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് നോർമൽ ബോണ്ട് ലെങ്ത്. ഈ നോർമൽ ബോണ്ട് ലെങ്തിൽ നിന്ന് ബോണ്ട് ലെങ്ത് കൂടുകയും അതിനേക്കാളും കുറയുകയും ചെയ്യുന്നു. ഇങ്ങനെ കൂടുകയും കുറയുകയും ചെയ്യുന്നു. 2 ബോണ്ടും ഒരുപോലെ സ്ട്രെച്ച് ചെയ്യുകയും ഒരുപോലെ ഷോർട്ടൻ ചെയ്യുകയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ സിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് സിമെട്രിക് സ്ട്രെച്ചിങ്. ഇനി ഈ ബോണ്ടുകൾ, ഒരു ബോണ്ട് ലെങ്തൻ ചെയ്യുന്ന സമയത്ത് മറ്റൊരു ബോണ്ട് ഷോർട്ടൻ ചെയ്യും. ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഷോർട്ടനിങ്ങും ലെങ്തനിങ്ങും ഒരേ സമയം നടക്കുകയാണെങ്കിൽ ഇതൊരിക്കലും സിമെട്രിക് അല്ല. സോ ദിസ് ഈസ് കോൾഡ് അസിമെട്രിക് സ്ട്രെച്ചിങ്. സോ ദിസ് ഈസ് മോളിക്കുലർ അസിമെട്രിക് സ്ട്രെച്ചിങ് വൈബ്രേഷൻ. സ്ട്രെച്ചിങ് ഉണ്ട്, പക്ഷേ അസിമെട്രിക് ആണ്. അപ്പോൾ ഇത് ആ പ്ലെയിനിൽ തന്നെയാണ് നടക്കുന്നത്. മോളിക്യൂൾ എല്ലാ ആറ്റംസും അതിൻ്റെ പ്ലെയിനിൽ തന്നെയാണ് ഉള്ളത്. ഇനി നമുക്ക് അടുത്ത വൈബ്രേഷൻസ് എന്ന് പറയുന്നത് ബെൻഡിങ് വൈബ്രേഷൻസ് ആണ്. ബെൻഡിങ് വൈബ്രേഷനിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വൈബ്രേഷനാണ് നമ്മുടെ ഒരു സിസറിനെ പോലെ മോളിക്യൂൾ ആക്ട് ചെയ്യുക. ആറ്റംസ് രണ്ടും അടുത്തേക്ക് വരിക, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതേ പ്ലെയിനിലിരുന്നുകൊണ്ട് ഈ 2 ബോണ്ടും ഇങ്ങനെ അടുത്തേക്കും അകലേക്കും പോകുക. ദിസ് ഈസ് സിസറിങ് വൈബ്രേഷൻ. അതും എല്ലാ ആറ്റംസും ഒരു പ്ലെയിനിൽ തന്നെ റീറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഈ വൈബ്രേഷൻ നടക്കുന്നത്. സോ ദാറ്റ് ഈസ് സിസറിങ് വൈബ്രേഷൻ. അടുത്തായിട്ട് ഈ പ്ലെയിനിൽ ഇരുന്നുകൊണ്ട് വൈബ്രേറ്റ് ചെയ്ത്, ഇപ്പോൾ 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയെങ്കിൽ ഇനി 2 ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യാം. സോ ദിസ് ഈസ് റോക്കിംഗ് വൈബ്രേഷൻ. റോക്കിംഗ്, ഇങ്ങോട്ട് വരാം, റോക്കിംഗ്. സോ ദിസ് ഈസ് റോക്കിംഗ് വൈബ്രേഷൻ. ദാറ്റ് ഈസ് ഓൾസോ ഇൻ പ്ലെയിൻ വൈബ്രേഷൻ. അവിടെ എല്ലാം ബെൻഡിങ് ആണ്, മോളിക്യൂൾ ബെൻഡ് ചെയ്യുകയാണ്. ഇനി അടുത്ത മോഡ് എന്ന് പറയുന്നത് ഔട്ട് ഓഫ് പ്ലെയിൻ ആണ്. ഔട്ട് ഓഫ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഈ മോളിക്യൂൾ, ഈ ആറ്റം ഇവിടെ വെച്ചുകൊണ്ട് ഈ മോളിക്യൂൾ, ഈ 2 ഗ്രീൻ ആറ്റംസ് രണ്ടും എബോവ് ആൻഡ് ബിലോ ഔട്ട് ഓഫ് പ്ലെയിൻ ആണ്. പക്ഷേ 2 ബോണ്ടും ഒരേ ഡയറക്ഷനിലാണ്, ഒരുപോലെ സിമെട്രിക് ആയിട്ടാണ് ചെയ്യുന്നത്. സോ ദിസ് ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ദിസ് ടൈപ്പ് ഓഫ് വൈബ്രേഷൻ ഈസ് നോൺ ആസ് വാഗിങ്. ദാറ്റ് ഈസ് ഔട്ട് ഓഫ് പ്ലെയിൻ വാഗിങ് വൈബ്രേഷൻ. ഇത് തന്നെ ഒന്ന് മുകളിലോട്ടും ഒന്ന് താഴോട്ടും വരാം, അല്ലേ? ദിസ് ഈസ് ട്വിസ്റ്റിംഗ് വൈബ്രേഷൻ. ഇനി ഇതെങ്ങനെ നമുക്ക് പിക്ചോറിയലായിട്ട് റെപ്രസെൻ്റ് ചെയ്യാമെന്ന് നോക്കാം. സ്ട്രെച്ചിങ് വൈബ്രേഷനിൽ നമുക്ക് ആദ്യത്തെ സ്ട്രെച്ചിങ്, സിമെട്രിക് സ്ട്രെച്ചിങ്ങിൽ 2 ബോണ്ടും ഈ ആരോ ആണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. 2 ബോണ്ടും ഒരേ ഡയറക്ഷനിൽ സ്ട്രെച്ച് ചെയ്യുന്നു. ദാറ്റ് ഈസ് സിമെട്രിക് സ്ട്രെച്ചിങ്. ഇനി ഒരെണ്ണം എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഒരെണ്ണം ഷോർട്ടൻ ചെയ്യുന്നു. ദാറ്റ് ഈസ് അസിമെട്രിക് സ്ട്രെച്ചിങ്. ബോണ്ട് സ്ട്രെച്ചിങ്. ദെൻ ബെൻഡിങ് വൈബ്രേഷൻസ് ഇൻ പ്ലെയിൻ ആണെങ്കിൽ 2 ആറ്റവും ബോണ്ട് ആംഗിളിൻ്റെ വേരിയേഷൻ വരുന്നുണ്ട്. 2 ആറ്റവും ക്ലോസ് ആകുക, എവേ ആകുക, രണ്ടും ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ബോണ്ട് ആംഗിൾ കുറയുന്നു, ബോണ്ട് ആംഗിൾ കൂടുന്നു. ബോണ്ട് ആംഗിൾ
വേരിയേഷനാണ് ഇവിടെ വരുന്നത്. ദാറ്റ് ഈസ് സിസറിങ്, ലൈക്ക് എ സിസറിങ് വൈബ്രേഷൻ. ഓക്കെ. ദെൻ റോക്കിംഗ് വൈബ്രേഷൻ. രണ്ടും ഒരേ ഡയറക്ഷനിൽ ഇൻ പ്ലെയിൻ, ഒരേ പ്ലെയിനിൽ ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. ദാറ്റ് മൂവ്മെൻറ്റ് ഈസ് കോൾഡ് റോക്കിംഗ് വൈബ്രേഷൻ. ദെൻ ഔട്ട് ഓഫ് പ്ലെയിൻ ആണ്. ഔട്ട് ഓഫ് പ്ലെയിനിൽ ഈ രണ്ട് ആറ്റവും എബോവ് ആൻഡ് ബിലോ ദ പ്ലെയിൻ, ദാറ്റ് ഈസ് ഒരേ ഡയറക്ഷനിൽ ഒരുമിച്ച് ചെയ്യുന്നത് വാഗിങ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചെയ്യുമ്പോൾ ഒന്ന് പോസിറ്റീവ് ഡയറക്ഷനിലും ഒന്ന് നെഗറ്റീവ് ഡയറക്ഷനിലും വരുന്നത് ട്വിസ്റ്റിംഗ്. ഇങ്ങനെ സൈൻ കൊണ്ടാണ്. ഇത് രണ്ടും പോസിറ്റീവ് ഡയറക്ഷൻ, ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് ഡയറക്ഷൻ. ഇതാണ് ഔട്ട് ഓഫ് പ്ലെയിൻ വൈബ്രേഷൻസ്. ഇനി ഈ വൈബ്രേഷൻസ് എങ്ങനെയാണ് IR ആക്റ്റീവ് ആകുന്നത് നോക്കാം. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ സിമെട്രിക് സ്ട്രെച്ചിങ് എടുക്കാം. നമ്മൾ ഈ സിമെട്രിക് സ്ട്രെച്ചിങ് വൈബ്രേഷൻ പറഞ്ഞത് ഈ രണ്ട് ബോണ്ടും നോർമലി അതിന് എപ്പോഴും മോളിക്യൂൾസ് ഒരു വൈബ്രേഷൻ, അതായത് വൈബ്രേഷണൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് ഒരിക്കലും വൈബ്രേഷൻ 0 ആകില്ല. മോളിക്യൂൾ എപ്പോഴും അതിൻ്റെ പൊസിഷനിൽ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വൈബ്രേഷനിൽ ഇതിന് ഒരു പർട്ടിക്കുലർ എനർജി ഉണ്ട്. നിങ്ങൾക്ക് 0 പോയിൻ്റ് എനർജി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് റെസ്റ്റിംഗ് സ്റ്റേജിൽ പോലും അവിടെ മോളിക്കുലർ വൈബ്രേഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു ചെറിയ വൈബ്രേഷൻ എപ്പോഴും മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ ഈ വൈബ്രേഷൻ നമുക്ക് IR റീജിയൺ, IR ഫ്രീക്വൻസി റേഡിയേഷൻ അബ്സോർബ് ചെയ്തുകൊണ്ട് ഈ ഒരു വൈബ്രേഷണൽ ലെവലിൽ നിന്നും കുറച്ചുകൂടെ ഒരു ഹയർ വൈബ്രേഷൻ, ഇത് സിമെട്രിക്കിൻ്റെയാണ്. സിമെട്രിക് സ്ട്രെച്ചിങ് വൈബ്രേഷൻ, ദിസ് ഈസ് നോർമൽ മോഡ് ഓഫ് വൈബ്രേഷൻ. ഇതിൽ നിന്ന് കുറച്ചുകൂടെ ഫ്രീക്വൻസി കൂടിയ ഒരു വൈബ്രേഷൻ ലെവലിലേക്ക് പോകാം. ഇനി അതിലും എനർജി കൂടുകയാണെങ്കിൽ അടുത്ത വൈബ്രേഷണൽ സിമെട്രിക് സ്ട്രെച്ചിങ്ങിലേക്ക് അത് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ വൈബ്രേഷൻ ലെവൽസ് ഉണ്ട്. ഇതിനൊരു എനർജി ഉണ്ട്. അടുത്ത IR എനർജി അബ്സോർബ് ചെയ്താൽ നെക്സ്റ്റ് ഹയർ ലെവലിലേക്ക് പോവും. അപ്പോൾ ഇങ്ങനെ ഓരോ വൈബ്രേഷൻ ലെവലും ഇൻക്രീസ് ചെയ്യുന്നു. അസിമെട്രിക് സ്ട്രെച്ചിങ് ആണെങ്കിൽ ഒന്ന് കുറയും, ചെറിയ ഒരു രീതിയിൽ വൈബ്രേറ്റ് ചെയ്യും. കുറച്ചുകൂടെ എനർജി കൂടുമ്പം അതിൻ്റെ സ്പീഡ് കൂടുകയാണ്, വൈബ്രേഷൻ കൂടുകയാണ്. അപ്പോൾ ഇതേ രീതിയിലാണ് വൈബ്രേഷണൽ ട്രാൻസിഷൻസ് നടക്കുന്നത്, വൈബ്രേഷണൽ എക്സൈറ്റേഷൻസ് നടക്കുന്നത്. അതിന് ആവശ്യമായുള്ള എനർജിയാണ് IR സ്പെക്ട്രൽ റീജിയണിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരോ വൈബ്രേഷനും ഓരോരോ എനർജിയാണ്. അതെല്ലാം കളക്റ്റീവായിട്ട് IR റീജിയണിൽ തന്നെ വരുന്നതുകൊണ്ടാണ് അങ്ങനെ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി IR സ്പെക്ട്രോസ്കോപ്പി എന്ന് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഒരു IR സ്പെക്ട്രം നിങ്ങൾക്കായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്.